ക്ലാസ് ഡി 400 വാട്ട് തൃശ്ശൂർ പൂരം ആംപ്ലിഫയറിൻ്റെ അസംബ്ലി വീഡിയോയുടെ ഒരു പുതിയ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് L1 L2 എന്ന് പറഞ്ഞ രണ്ട് ഇൻഡക്ടറുകൾ ഉപയോഗിച്ചിട്ട് കാണുന്നുണ്ട് ഈ PCBയിൽ. അപ്പോൾ ഇതാണ് ആ കോറ് ഇൻഡക്ടർ. അപ്പോൾ നമ്മളത് ആദ്യം ഇറങ്ങിയ കുറച്ച് പുസ്തകങ്ങളിൽ L1 L2 എത്ര മില്ലി ഹെൻറി ആണെന്നുള്ള വിവരം പറഞ്ഞിട്ടില്ല. അത് 22 മുതൽ 32 വരെയുള്ള മില്ലി ഹെൻറികൾ നമുക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് സൗണ്ട് ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ശരിക്കും ഡിസൈനിങ്ങിൽ ആദ്യം ഉപയോഗിച്ചത്. അപ്പോൾ അത് മാറ്റിയിട്ട് നല്ല യോജിച്ച ഒരു കോറ് കിട്ടിയ കാരണം ആദ്യം കറക്റ്റായിട്ടുള്ള കോറ് കിട്ടിയിരുന്നില്ല, വില കുറഞ്ഞ കോറിൽ നല്ല കോറ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് L1 L2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് കോറ് എറണാകുളത്തെ ഏഷ്യാനിക് എന്ന് പറഞ്ഞ ഷോപ്പുകാർ വരുത്തി തരാൻ തുടങ്ങിയതോടുകൂടി നമ്മളത് L1 മാത്രമായിട്ട് ചുരുക്കി. അപ്പോൾ അത് കാരണം ഒത്തിരി കോസ്റ്റും കുറവുണ്ട്. ഇപ്പോൾ 2 ഇൻഡക്ടർ ഉപയോഗിച്ചതിന് പകരമായിട്ട് നമുക്ക് ഒരൊറ്റ ഇൻഡക്ടറിൽ കാര്യം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അസംബ്ലി ചെയ്യുന്നവർ ഈ PCB L1 L2 ഉള്ള PCB കിട്ടിയവർ L2 ഇവിടെ ഒരു ജമ്പർ കൊടുത്ത് ഷോർട്ട് ചെയ്യണം. അത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല, ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഇതുണ്ട്, ഈ അസംബ്ലി ചെയ്തതിൽ കാണാതെ ഇവിടെ ഒരു ജമ്പർ ഇങ്ങനെ കൊടുത്തേക്കണം. ഈ സൈഡിലാണ് കൊടുക്കേണ്ടത്. ഈ സൈഡിൽ ഒരു ജമ്പർ കൊടുക്കണം, ഇവിടുന്ന് ഇവിടേക്ക് ഒരു ജമ്പർ കൊടുക്കണം. നമ്മൾ അസംബ്ലി ചെയ്യുന്ന ഇതിൽ കൊടുത്തിട്ടുണ്ട്. L1 ആണ് ശരിക്കും ഉപയോഗിക്കുന്നുള്ളൂ. L2 ഷോർട്ട് ചെയ്ത് വേണം, ഒരു ജമ്പർ കൊടുത്താൽ മതി. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ അടുത്ത വീഡിയോയിൽ അടുത്ത വിവരങ്ങൾ പറയാം. അപ്പോൾ ഈ യൂട്യൂബ് ഷോർട്ടായത് കൊണ്ടാണ് ഇത് ചുരുക്കി പറയുന്നത്. പിന്നെ ഇത് എല്ലാ പാർട്സൊന്നും എല്ലാവർക്കും കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചുരുക്കി പറയണത്. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ആവശ്യമുള്ളവർ കണ്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഇത് സമയത്തിന് എല്ലാവർക്കും നല്ല വിലയുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടാക്കി കൊടുക്കുന്നത്.